ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും +2 ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്നാണ് പറഞ്ഞു തന്നത്. അപ്പം നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് നോക്കാം. ഒരു കണ്ടക്ടർ എ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ ക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അതിന്റെ ഫലമായിട്ട് ഈ കണ്ടക്ടറിനുള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യുന്നു. ആ ഇലക്ട്രിക് ഫീൽഡ് എയിൽ നിന്നും ബിയിലേക്കാണ്. ആ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ അഥവാ സ്വാധീനത്താൽ ബിയിൽ നിന്നും എയിലേക്ക് ഫ്രീ ഇലക്ട്രോണുകൾ ഡ്രിഫ്റ്റ് ചെയ്യപ്പെടുന്ന വെലോസിറ്റിക്കാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതിന്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദി ആവറേജ് വെലോസിറ്റി വിത്ത് വിച്ച് free electrons are drifted under the influence of electric field. ഇനി നമുക്ക് അടുത്തായിട്ട് പഠിക്കേണ്ടത് ഇവിടുത്തെ കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി നോക്കാം. ഇവിടെ ഫ്രീ ഇലക്ട്രോൺസിന്റെ സഞ്ചാരം ബിയിൽ നിന്ന് എയിലേക്കാണ്. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഈ ഉണ്ടായ കറണ്ടും അവിടുത്തെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുള്ള റിലേഷൻ നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പറയണം. ഇപ്പൊ ഒരു കണ്ടക്ടർ എടുക്കുക. അതിന്റെ കണ്ടക്ടറിന്റെ പേര് എ ബി എന്നാണ്. അതിന്റെ ലെങ്ത് നമ്മൾ കൊടുത്തു. എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ എഴുതാം. എൽ ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടറാണ് കൺസിഡർ കണ്ടക്ടർ ഓഫ് ലൈറ്റ് എൽ. ആ കണ്ടക്ടറുടെ ക്രോസ് സെക്ഷണൽ ഏരിയക്ക് നമ്മൾ എ എന്ന് കൊടുക്കും. എ ബി ദി ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനി ഈ കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ആണ് എൻ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഓഫ് ദി കണ്ടക്ടർ. ഈ കണ്ടക്ടറിലെ യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണിന്റെ എണ്ണമാണ് എ. ഇനി നമുക്ക് ഓരോരോ സ്റ്റെപ്പായിട്ട് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് ഈ കണ്ടക്ടറിന്റെ വോളിയമാണ്. വോളിയം ഓഫ് ദി കണ്ടക്ടർ. വോളിയം കണ്ടുപിടിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏരിയ തന്നിട്ടുണ്ട് ഇൻട്രൊഡക്ഷനിൽ. എൽ നമ്മൾ ഈ ഡയഗ്രത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് വോളിയം എങ്ങനെ കണ്ടെത്താം? ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം ഓഫ് ദി കണ്ടക്ടർ ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത്. ഇനി നമുക്ക് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകളുടെ എണ്ണം. അടുത്ത സ്റ്റെപ്പ് അതാണ് നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ എത്രയാണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ നമുക്കറിയാം. എൻ ബി ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. യൂണിറ്റ് വോളിയത്തിൽ ഇലക്ട്രോണിന്റെ എണ്ണമാണ് എൻ. ആ എന്നിനെ കണ്ടക്ടറിന്റെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അല്ലെ. അപ്പൊ എൻ ഇൻറ്റു വോളിയം. എൻ is the number of electrons per unit volume. അതിനെ അതിന്റെ വോളിയം ഓഫ് ദി കണ്ടക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യും. എന്താണ് വോളിയം ഓഫ് ദി കണ്ടക്ടർ? ഏരിയ ഇൻറ്റു ലെങ്ത്. അപ്പൊ എൻ ഇൻറ്റു എ ഇൻറ്റു എൽ ആണെന്ത്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ. ഇനി നമുക്ക് ഇതിലെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇ ആണെങ്കിൽ ഇ ബി ദി ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ. ടോട്ടൽ ചാർജിനെ നമുക്ക് ക്യൂ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഈ കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന ടോട്ടൽ ചാർജിനെ നമുക്ക് ക്യൂ കൊണ്ട് represent here. The total charge of all the free electrons present in the conductor. ഈ കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസിന്റെ ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കാൻ പോകണം. ടോട്ടൽ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ചാർജ് ഓഫ് ഓൾ ദി ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ. ടോട്ടൽ ചാർജ് നമ്മൾ ക്യൂ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. Q ഈക്വൽസ് ചെയ്താൽ മതി നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടറിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആയ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഈ കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് എത്രയാ? എൻ എ എൽ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. എൻ ഇൻറ്റു എ ഇൻറ്റു എൽ ആണല്ലോ എന്ത്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്. അതിനെ ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ആയ ഇ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ടോട്ടൽ ചാർജ് ഓഫ് ഓൾ ദി ഫ്രീ ഇലക്ട്രോൺസ് പ്രസന്റ് ഇൻ ദ കണ്ടക്ടർ. ഈ കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന ആകെ ചാർജുകൾ കണ്ടുപിടിക്കാൻ എൻ എ എൽ ഇൻറ്റു. ഇനി നമുക്ക് ഈ ഇലക്ട്രിക് ഫീൽഡിനെതിരെ ഈ ഫ്രീ ഇലക്ട്രോൺസ് ബിയിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ചു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അതിനുവേണ്ടി എടുത്ത സമയം നോക്കുക. ടൈം ടേക്കൺ ബൈ ദി ഫ്രീ ഇലക്ട്രോൺ ടു മൂവ് ഫ്രം ബി ടു എ. എത്ര ദൂരം സഞ്ചരിക്കും ബി എന്നതിലേക്ക്? ഈ കണ്ടക്ടറിന്റെ ലെങ്തിന്റെ അത്രയും ദൂരം. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടൈം ടേക്കൺ ബൈ ദി ഫ്രീ ഇലക്ട്രോൺ ടു മൂവ് ഫ്രം ബി ടു എ. ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? നമുക്കറിയാം വെലോസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നമ്മൾ എസ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ therefore ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി ആണല്ലോ. വെലോസിറ്റി ഈസ് ഡിസ്പ്ലേസ്മെന്റ് എസ് ബൈ ടി. therefore ടൈം ഈക്വൽസ് ഡിസ്പ്ലേസ്മെന്റ് ബൈ വെലോസിറ്റി. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എത്ര? എസിന് പകരം എത്രയാ? ഇതിൽ നിന്ന് എയിലേക്ക് സഞ്ചരിച്ചപ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചു?
ഈ കണ്ടക്ടറിന്റെ ലെങ്തിന് തുല്യം. അപ്പൊ എന്താ എഴുതാം? ടി ഈസ് ഈക്വൽ ടു എസിന് പകരം L/V എന്ന് എഴുതാം അല്ലെ. അപ്പൊ ടൈമും കിട്ടി അല്ലെ. ടി ഈസ് ഈക്വൽ ടു L/V. അങ്ങനെയാണെങ്കിൽ നമ്മള് പഠിച്ചിരിക്കുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് എന്ത്? I ഈസ് ഈക്വൽ ടു Q/T. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച അല്ലെ. I ഈസ് ഈക്വൽ ടു Q/T. നമുക്ക് വേണ്ട ഐയും ബിയും തമ്മിലുള്ള എന്താ അല്ലേ? അതിന്റെ അടുത്ത് വരെ എത്തി. I ഈസ് ഈക്വൽ ടു Q/T ഈസ് ഈക്വൽ ടു Q എന്താണ്? NaLe ആണല്ലോ. ഒന്നിച്ച് എഴുതുവാണ് NaLe അല്ലേ. ടൈം എന്താണ്? L/V അല്ലേ. അപ്പൊ NaLe/L/V. അപ്പൊ നമുക്ക് എന്താ എല്ലൂടെ ക്യാൻസൽ ആയി. ബാക്കി എന്തുകൊണ്ട്? N ഈ ബിയും കൂടെ മോളിൽ പോകത്തില്ലേ? കൊണ്ടുവരും NaB. നമുക്ക് എന്ത് കിട്ടി? I ഈസ് ഈക്വൽ ടു NaBe അല്ലേ. നമുക്ക് കിട്ടിയ റിലേഷൻ ഞാൻ ഒന്നുകൂടി ഒന്ന് മുകളിലോട്ട് എഴുതുകയാണ്. ഇതാണ് I ഈസ് ഈക്വൽ ടു NaBe അല്ലേ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതുപോലെ I എന്താണ്? കറണ്ട്. B എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി LHS-ൽ Iയും RHS-ൽ Vയും വന്നില്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. That is I is equal to NaB. Clear ആയല്ലോ. We have current density J. Current density J equals I/A. നമുക്കറിയാം. ഈ നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ ആണ് I ഈക്വൽസ് NaBe. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ കറണ്ട് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I ഈക്വൽസ് NaBe. ഈ ഐയുടെ വാല്യൂ ജെയുടെ ഇക്വേഷൻ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Therefore J ഈക്വൽസ് ഐക്ക് പകരം NaBe ഡിവൈഡഡ് ബൈ A. അപ്പൊ എയും എയുടെ വെട്ടിക്കളയാൻ പറ്റുമല്ലോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? Therefore J ഈക്വൽസ് NBE. ഇതാണ് നമ്മുടെ പുതിയ ഇക്വേഷൻ. കറന്റ് ഡെൻസിറ്റിയുടേത് J ഈക്വൽസ് NBE. ഇത്രയും ക്ലിയർ ആയല്ലോ. ഈ അടുത്തതായിട്ട് നമുക്ക് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് പഠിക്കാനുള്ളത്. റിലാക്സേഷൻ ടൈം. റിലാക്സേഷൻ ടൈം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ടോ കൊണ്ടാണ്. ടോ. നമ്മള് ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു കണ്ടക്ടറിൽ ധാരാളം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട്. അവ റാൻഡം മോഷനിലാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ മോഷനിടയ്ക്ക് അവ കണ്ടക്ടറിലെ ആറ്റങ്ങളുമായിട്ടോ അയോണുകളുമായിട്ടോ കൊളൈഡ് ചെയ്യുന്നു, അഥവാ ഇടിക്കുന്നു പറഞ്ഞു. അപ്പം തുടർച്ചയായിട്ടുള്ള കൊളീഷന് ഇടയ്ക്കുള്ള ആവറേജ് ടൈം ഇന്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയുന്നത്. അപ്പം കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകൾ അതിനുള്ളിലെ ആറ്റങ്ങളുമായിട്ടോ അയോണുകളുമായിട്ടോ ഇടിക്കുന്നു എന്ന് പറയും. ആ തുടർച്ചയായ ഇടിക്ക് ഇടയിലുള്ള ആവറേജ് ടൈം ഇന്റർവെലിനെയാണ് റിലാക്സേഷൻ ടൈം എന്ന് പറയും. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. റിലാക്സേഷൻ ടൈം ഈസ് ദ ആവറേജ് ടൈം ഇന്റർവെൽ ബിറ്റ്വീൻ സക്സസീവ് കൊളീഷൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് വിത്ത് ദി അയോൺസ് ഓർ ആറ്റംസ് ഓഫ് ദി കണ്ടക്ടർ. ഇതാണ് അത് റിലാക്സേഷൻ ടൈമിന്റെ ഡെഫിനിഷൻ. അപ്പൊ റിലാക്സേഷൻ ടൈമിനെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടോൺ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചു. ഇപ്പൊ നമുക്ക് ടോ എന്താണെന്ന് പഠിച്ചു. ഇനി ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റി വിയും റിലാക്സേഷൻ ടൈം ടോയും തമ്മിലുള്ള റിലേഷൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി വി ആൻഡ് റിലാക്സേഷൻ ടൈം ടോ. ഇനി നമുക്ക് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ കണ്ടക്ടറിൽ അടങ്ങിയിരിക്കുന്ന ഫ്രീ ഇലക്ട്രോണുകൾ കൊളൈഡ് ചെയ്ത് തുടർച്ചയായ ഇടിക്കിടയ്ക്കുള്ള ആവറേജ് ടൈം ഇന്റർവെൽ അല്ലേ റിലാക്സേഷൻ ടൈം. അപ്പം ഓരോ കൊളീഷന് ശേഷവും അത് അടുത്ത ഇടിക്ക് വേണ്ടി കൊളീഷന് വേണ്ടി തയ്യാറാവുകയാണ്. അപ്പം റെസ്റ്റിൽ നിന്നാണത് ആക്സിലറേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ റെസ്റ്റിൽ നിന്നാണ് ആക്സിലറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ആക്സിലറേഷന്റെ ഇക്വേഷൻ നമുക്ക് വേണം. അപ്പൊ ആക്സിലറേഷൻ ഇക്വേഷൻ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, അതായത് F = ma എന്നുള്ള ഇക്വേഷൻ നമുക്കറിയാം അല്ലെ. അതിൽ നിന്നും A കണ്ടുപിടിക്കാൻ പറ്റും. A ഈക്വൽസ് എന്താണ്? F/m. ഈ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. ഇനി നിങ്ങൾക്കറിയാവുന്ന മറ്റൊരു ഇക്വേഷൻ ആണ് എന്ത്? ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നതാണ്. F = Eq നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ.
അതിൽ നിന്ന് തന്നെ ക്യൂ എന്ന് പറയുന്നതിന് ഇവിടെ ഇലക്ട്രോണിന്റെ ഫ്ലോ ആണ് കറണ്ട് ഫ്ലോ. അപ്പൊ ക്യൂവിന് വരെ നമ്മൾ സ്മോൾ ഇ കൊടുക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? F is equal to E capital E small e. ക്യൂവിന് വരെ നമ്മൾ സ്മോൾ ഇ കൊടുത്തു. ചാർജ് ഓഫ് ആൻ ഇലക്ട്രോൺ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. F is equal to E. ഇനി നമ്മൾ എഫിന്റെ വാല്യൂ എതിൽ കൊടുക്കണം? ഈ ആക്സലറേഷന്റെ ഇക്വേഷനിൽ കൊടുക്കണം. നമുക്ക് എന്ത് കിട്ടും? Therefore A equals എഫിന് പകരം E/M. ഇനി നമ്മള് ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കുന്നു. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അപ്ലൈ ചെയ്ത ഫീൽഡിന് എതിരെയാണ് ഈ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നെഗറ്റീവ് സൈൻ. ഫീൽഡിനെതിരെയാണ് ഈ ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്താ ഒരു നെഗറ്റീവ് സൈൻ കൂടി കൊടുക്കുക. അപ്പൊ ആക്സലറേഷൻ -E/E/. ഇനി നമുക്ക് സുപരിചിതമായ മറ്റൊരു ഇക്വേഷൻ ആണ്. നിങ്ങൾക്കറിയാം V is equal to U plus H. ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ആദ്യത്തെ ഇക്വേഷൻ ആണത് V is equal to U plus H. ഇനി നമ്മള് ഇവിടെ എന്താണ് പറഞ്ഞത്? തുടർച്ചയായ ഇടിക്ക് ഇടയ്ക്കുള്ള ടൈമാണ് റിലാക്സേഷൻ ടൈം എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ടോ കൊണ്ടാണ് അല്ലെ. ഇവിടുത്തെ ടൈം എന്ന് പറയുന്നത് T അല്ലേ. ഈ ഇക്വേഷനത്തിൽ ടൈം Tക്ക് വരെ എന്ത് കൊടുക്കണം? ടോ എന്ന് കൊടുക്കണം. മറ്റൊന്ന് നമ്മള് ഓരോ ഇടിക്ക് ശേഷവും റെസ്റ്റിൽ നിന്നും അത് ആക്സലറേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. റെസ്റ്റിൽ നിന്നും ഇലക്ട്രോൺ ആക്സലറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി U എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസ്റ്റിൽ നിന്നെന്ന് പറയുമ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി U 0 ആയിരിക്കും. അപ്പൊ ഈ 0 യുവിന് എന്ത് കൊടുക്കണം? 0 എന്ന് കൊടുക്കണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? V is equal to U0 എന്ന് വരും. പിന്നെ എന്താണ്? ടൈം Tക്ക് വരെ റിലാക്സേഷൻ ടൈം ടോ ആണല്ലോ. അപ്പം V is equal to A into ടോ എന്ന് വരും. അപ്പൊ V is equal to A ടോ. ഇനി നമുക്ക് എയുടെ ഇക്വേഷൻ നമ്മൾ ഇപ്പൊ കണ്ടെത്തിയല്ലോ. എന്താണ്? ആക്സലറേഷൻ A is equal to -E/M അല്ലെ. ആ വാല്യൂ ഇവിടെ കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? പുതിയൊരു ഇക്വേഷൻ കിട്ടും. Therefore V equals Aക്ക് പകരം എന്ത് കൊടുക്കുന്നു? -E/M. അപ്പൊ Aക്ക് പകരം കൊടുത്തിന് എന്തുകൊണ്ട്? ഇൻറ്റു 2. അപ്പൊ ഇതാണ് റിലേഷൻ ബിറ്റ്വീൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി V and റിലാക്സേഷൻ ടൈം ടോ. That is V equals capital E small e by M into 2. റെഡിയായില്ലേ? ഇനി അടുത്തായിട്ട് നമുക്ക് പഠിക്കേണ്ടത് നിങ്ങളെല്ലാം ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു ലോയാണ് ഓംസ് ലോ. ഓംസ് ലോ ജോർജ് സൈമൺ ഓം എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിസിസിസ്റ്റ് ആണ് ഈ ഓംസ് ലോ കണ്ടെത്തിയത്. കുറെ വർഷങ്ങളോളം നീണ്ട തുടർച്ചയായ എക്സ്പെരിമെന്റിലൂടെ ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്ത് അദ്ദേഹം കണ്ടെത്തിയ ഒരു നിയമമാണ് ഓംസ് ലോ. ഇനി എന്താണ് ഓംസ് ലോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആരൊക്കെയോ പറയുന്നുണ്ട്. എന്താണ് ഓംസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് the potential difference across a conductor is proportional to the current flowing through the conductor. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആക്കിക്കൊണ്ട് ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ട് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്താൽ അതിന് പ്രപ്പോർഷണൽ ആയിരിക്കും അതിൽ കൂടെ കടന്നു പോകുന്ന കറണ്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് V proportional to I. Then പ്രപ്പോർഷണൽ സൈൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. V is equal to a constant R into I. Or V equals I ആദ്യം എഴുതുന്നു. V is equal to IR. R ആയിന്നോ IR എന്നോ എഴുതാം. അപ്പൊ നമുക്ക് എന്താണ്? V proportional to I. ഇതാണ് ഓംസ് ലോ. എന്താ? കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ the potential difference across a conductor is directly proportional to the current flowing through the conductor. That is V proportional to I. ഈ പ്രപ്പോർഷൻ മാറ്റാൻ വേണ്ടി ഒരു കോൺസ്റ്റന്റ് ആയ R കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. That is V is equal to a constant R into I or V is equal to IR, where R is known as, അതിന്റെ പേരെന്താണ്? Resistance of the conductor. R is a constant known as the resistance of a conductor. R എന്ന് പറയുന്നത് എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ പേരാണത് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ആണത്. ഓംസ് ലോ എന്താണെന്ന് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. ഇനി നമുക്ക് ഓംസ് ലോ വെച്ചിട്ട് ഒരു കറണ്ട് വോൾട്ടേജ് ഗ്രാഫ് വരച്ചാൽ അതിന്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. കറണ്ട് വോൾട്ടേജ് ഗ്രാഫ്. നമുക്ക് ഓംസ് ലോയുടെ ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നോക്കാം.
നമുക്ക് എക്സ് ആക്സിസിൽ കറണ്ടും വൈ ആക്സിസിൽ വോൾട്ടേജും വെച്ച് ഗ്രാഫ് വരച്ചാൽ നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണ് കിട്ടുന്നത്. നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ച് V പ്രപ്പോർഷണൽ ടു I ആണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് ആണ്. ഇനി വേറെ 1-2 ഗ്രാഫുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അടുത്തത് ഈ ഓംസ് ലോയുടെ പോരായ്മകളാണ്. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ലിമിറ്റേഷൻസ്. നമുക്ക് ഈ ഓംസ് ലോയ്ക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡയോഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഡയോഡാണ് ഓംസ് ലോ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് അല്ല. അപ്പൊ അത് ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. അതുപോലെ ഗാലിയം ആർസനൈഡ് ഉപയോഗിച്ചാണ് ഓംസ് ലോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെയും കണ്ടോ ഷേപ്പിന് വ്യത്യാസമുള്ള. അപ്പൊ സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് അല്ല. അപ്പൊ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടറുകളും ഉണ്ട്. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറുകളെ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നു. ഓമിക് കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആയിട്ടാണ് നമ്മുടെ മെറ്റൽസ്. മെറ്റൽസ് ഓമിക് കണ്ടക്ടേഴ്സിന് ഉദാഹരണമാണ്. ഇനിയും ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടറുകളെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ പറയുന്ന സെമി കണ്ടക്ടേഴ്സ് ഉണ്ട്. സെമി കണ്ടക്ടേഴ്സ്, നമ്മുടെ വാക്യൂം ട്യൂബ്സ് ഉണ്ടല്ലോ, പഴയ കാലത്തൊക്കെ റേഡിയോയിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വാക്യൂം ട്യൂബ്സ്. അതുപോലെ ചില ഇലക്ട്രോലൈറ്റ്സ് ഇവയൊന്നും ഓംസ് ലോ ഒബേ ചെയ്യത്തില്ല. ഓംസ് ലോ ഒബേ ചെയ്യുന്ന കണ്ടക്ടറുകളെ ഓമിക് കണ്ടക്ടേഴ്സ് എന്നും, ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടറുകളെ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അപ്പൊ നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഉദാഹരണമാണ് സെമി കണ്ടക്ടേഴ്സ്, വാക്യൂം ട്യൂബ്സ്, ചില ഇലക്ട്രോലൈറ്റുകൾ. ഓമിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്താണ്? മെറ്റൽസ്. ഇനി നമുക്ക് ഈ ഡയോഡിന്റെ കേസ് ഒന്ന് പറയാം. ഡയോഡിന്റെ കേസിൽ സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടുന്നില്ല എന്ന് പറയും. അപ്പം ഡയോഡിന്റെ കേസിൽ നമുക്കറിയാം ഓംസ് ലോ അനുസരിച്ചിട്ട് V പ്രപ്പോർഷണൽ ടു I ആയിരിക്കണം, അല്ലെ? അപ്പൊ ഈ ഡയോഡിന്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് വിയും ഐയും പ്രപ്പോർഷണൽ അല്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് വിക്ക് അനുസരിച്ച് നമുക്ക് കറണ്ട് ആയി കിട്ടേണ്ടതാണ്. ഇനിയും നമ്മൾ വിയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആയി, അഥവാ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആക്കി വെച്ചുകൊണ്ട് വിയുടെ ഡയറക്ഷൻ മാറ്റിയാൽ ഐയുടെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യും. കാരണം കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമല്ലോ. അപ്പൊ ഐയുടെ മാഗ്നിറ്റ്യൂഡും ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എന്ത് കിട്ടത്തില്ല? സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടത്തില്ല. ഇനിയും ഈ ഗാലിയം ആർസനൈഡിന്റെ കേസ് എടുത്തു കഴിഞ്ഞാല് ഒരേ കറണ്ടിന് തന്നെ ഒന്നിലധികം വോൾട്ടേജ് ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇവിടെയും നമുക്ക് സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടത്തില്ല. അതാണ് ഈ 2 ഗ്രാഫുകളുടെ വിശദീകരണം എന്ന് പറയുന്നത്. അതാണ് അപ്പൊ ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ്. അതുകൊണ്ട് ഓംസ് ലോ എന്താണ്? ഒരു യൂണിവേഴ്സൽ ലോ അല്ല. ഇങ്ങനെയുള്ള ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഓംസ് ലോ ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഓംസ് ലോയുടെ ഡിഡക്ഷനെ കുറിച്ചിട്ടാണ്. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഓംസ് ലോ നമ്മൾ ഡെഡ്യൂസ് ചെയ്തെടുക്കുകയാണ് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നിന്ന്. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. നമുക്ക് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തില് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അതായത് ഈ ഫിഗറിനെ കുറിച്ച് ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിന്റെ നമ്മൾ പേരൊക്കെ കൊടുത്തു. AB എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ, അതിനെ ക്രോസ് ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു V. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഡെവലപ്പ് ചെയ്തു. അതിനെതിരെ ഇലക്ട്രോൺസ് എന്ത് ചെയ്തു? ഡ്രിഫ്റ്റ് ചെയ്യപ്പെട്ടു, അല്ലെ? ആ വെലോസിറ്റിയിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇവിടുത്തെ ഫീൽഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു എന്ത്? നിങ്ങൾ ഓർമ്മയുണ്ടത് E is equal to V/N, അല്ലെ? V is the voltage applied across the ends of the conductor and L is the length of the conductor. നമ്മൾ നേരത്തെ പറഞ്ഞാണിത്. L is the length of the conductor. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറൈവ് ചെയ്തതാണ് F is equal to ma എന്ന് പറയുന്ന ഈ ഇക്വേഷനിൽ നിന്നും ഈ ഇലക്ട്രോണിന്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ A is equal to F/m ആണല്ലോ. എന്നിട്ട് നമ്മൾ എഫിന് പകരം എന്ത് കൊടുത്തു? EQ എന്നുള്ളതിന് E/m എന്ന് കൊടുത്തു, ഇല്ലയോ? എഫിന് E എന്ന് കൊടുത്തു m. അപ്പൊ A is equal to E/m എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മള് ഇവിടെ ഒരു മൈനസ് സൈൻ കൊടുത്തു എന്താണെന്ന് പറഞ്ഞു, അല്ലെ? ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഫീൽഡിനെതിരെ സഞ്ചരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു നെഗറ്റീവ് സൈൻ കൊടുത്തു എന്ന് പറഞ്ഞു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഒന്നുകൂടെ പറയുന്നത്. ഇനി നമുക്ക് വെലോസിറ്റി V.
വി ഈക്വൽസ് യു പ്ലസ് എ ടി എന്ന് പറയുന്ന ഇക്വേഷനിൽ ടിക്ക് വരെ നമ്മൾ ടോ എന്ന് കൊടുത്തു അല്ലെ, യുവിന് 0 കൊടുത്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? വി ഈസ് ഈക്വൽ ടു എ ടോ എന്ന് കിട്ടി. ഇനി നമ്മള് എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ കണ്ടുപിടിച്ചായിരുന്നു. അപ്പൊ therefore വി ഈസ് ഈക്വൽ ടു മൈനസ് ഇ ബൈ എം ഇൻറ്റു ടോ. ഇത്ര ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തു അല്ലെ. ഇനി നമ്മള് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കറണ്ടിന്റെ ഇക്വേഷൻ, കറണ്ടും ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള ബന്ധമാണെന്ത്? ഐ ഈസ് ഈക്വൽ ടു എൻ എ വി ഇ ആണല്ലോ. ഇനി നമുക്ക് ഈ വിയുടെ പ്ലേസിൽ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വിക്ക് പകരം ഈ വാല്യൂ കൊടുക്കുക. നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. ഈക്വൽസ് എൻ എ വിക്ക് പകരം എന്ത് കൊടുക്കണം? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഡയറക്ഷൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇലക്ട്രോൺ ഫീൽഡിനെതിരെ സഞ്ചരിക്കുന്നുണ്ട് മൈനസ് സൈൻ നമ്മൾ കൊടുത്തത് ഡയറക്ഷനെ സൂചിപ്പിക്കാനാണ്. ഇവിടെ നമ്മൾ അതുകൊണ്ട് ഡയറക്ഷൻ നോക്കുന്നില്ല, നമ്മളത് മൈനസ് സൈൻ നെഗ്ലക്ട് ചെയ്തിട്ട് എഴുതുകയാണ്. ഇ ബൈ എം ഇൻറ്റു വിയുടെ വാല്യൂ ആണ് കൊടുത്തത് ടോ. ഇനി പിന്നെ ഒരു ഇയും കൂടി ഇല്ലേ? ഇൻറ്റു ഇ ഉണ്ടല്ലോ. അപ്പം എൻ എ വിക്ക് പകരം ഇ ബൈ എം ഇൻറ്റു ടോ ഇൻറ്റു ഇ. ഇനി അടുത്തതായിട്ട് ഈ ഇയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ സ്ക്വയർ നാക്കാമല്ലോ. അപ്പം ഇ ഇൻറ്റു ഇ ഇല്ലെങ്കിൽ ഇ സ്ക്വയർ. അപ്പൊ ഇവിടെ തന്നെ ഞാൻ എഴുതുകയാണ്. ഈ ഇവിടെ ചേർത്ത് ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് നോക്കാം ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതിനകത്ത്. നമ്മൾ പഠിച്ച വേറൊരു ഇക്വേഷൻ കൂടിയുണ്ട്. ഇക്ക് പകരം ഇ ഈസ് ഈക്വൽ ടു വി ബൈ എൻ. അപ്പൊ ഇവിടുത്തെ ഈ ക്യാപിറ്റൽ ഇക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? വി ബൈ എൻ. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷൻ എന്ത് വരും? ഐ ഈക്വൽസ് ആണ് നമ്മൾ എഴുതി വന്നത്. ഐ ഈസ് ഈക്വൽ ടു എൻ എ ഇക്ക് പകരം ക്യാപിറ്റൽ വി ആണ്, വി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, വി അത് ഓർത്തോണം, വി ബൈ എൽ ഇൻറ്റു ഈ ബാക്കി എന്തുണ്ട്? ഇ സ്ക്വയർ ടോ പിന്നെ താഴെ ഒരു എം കൂടിയില്ലേ ബൈ. അപ്പം നോക്കിയാട്ടെ എൻ എ അതുപോലെയുണ്ട്. ഇക്ക് പകരം വി ബൈ എൽ എന്ന് കൊടുത്തു. പിന്നെ ബാക്കി എന്തുണ്ട്? ഇ സ്ക്വയർ ടോ ബൈ എൽ. ഇത്രയുണ്ട് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ ആണ്. ഓംസ് ലോ റെഡ്യൂസ് ചെയ്തെടുക്കുവാണ്. ഓംസ് ലോ എന്താണ്? ഈ പ്രപ്പോർഷണൽ ടു ബി എന്നുള്ളതല്ലേ ഓംസ് ലോ. നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പൊ നോക്കിയാട്ടെ ഈ പർട്ടിക്കുലർ കണ്ടക്ടറിനെ സംബന്ധിച്ച് എൻ എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഇത് യൂണിറ്റ് വോളിയത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. എ എന്താണ്? ഈ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. എൽ എന്താണ്? ഈ കണ്ടക്ടറിന്റെ ലെങ്ത്. ഇ എന്താണ്? ഇലക്ട്രോണിന്റെ ചാർജ് ഓഫ് ആൺ ഇലക്ട്രോൺ. ടോ എന്താണ്? റിലാക്സേഷൻ ടൈം. എംഒ മാസ് ഓഫ് ദി ഇലക്ട്രോൺ. അപ്പം ഈ കണ്ടക്ടറിനെ സംബന്ധിച്ച് എൻ ഒരു കോൺസ്റ്റന്റ് ആണ്, എ ഒരു കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ലെങ്ത് കോൺസ്റ്റന്റ് ആണ്, ഇ കോൺസ്റ്റന്റ് ആണ്, ടോ റിലാക്സേഷൻ ടൈം കോൺസ്റ്റന്റ് ആണ്, എം കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് അല്ലാത്ത എന്താണ്? വി മാത്രമാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? അപ്പൊ ഐ therefore I is equal to ഒരു കോൺസ്റ്റന്റ്. അപ്പൊ ഇതെല്ലാം കൂടെ കോൺസ്റ്റന്റ് ആണ്. ഐ is equal to k. ആ കോൺസ്റ്റന്റ് ഒരു പേര് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഓരോന്നും സെപ്പറേറ്റ് എഴുതാതെ ഈ കോൺസ്റ്റന്റ് എല്ലാം കൂടെ ചേർത്ത് ഒറ്റ കോൺസ്റ്റന്റ് എടുക്കാം. കെ ഇൻറ്റു ബാക്കി എന്താണ് കോൺസ്റ്റന്റ് അല്ലാത്തത്? കെ ഇൻറ്റു വി. ഐ is equal to k ഇൻറ്റു വി എന്ന് പറഞ്ഞാൽ ഐ is equal to കോൺസ്റ്റന്റ് ഇൻറ്റു വി എന്നല്ലേ. ദാറ്റ് ഈസ് നമുക്ക് എന്ത് പറയാം? ഐ പ്രപ്പോർഷണൽ ടു അല്ലെ. ഇതാണ് എന്ത്? ഓംസ് ലോ. ഐ പ്രപ്പോർഷണൽ ടു വി. അതായത് ഐ is equal to കോൺസ്റ്റന്റ് ഇൻറ്റു വി മീൻസ് ഐ പ്രപ്പോർഷണൽ ടു വി. ഇതാണ് എന്ത്? ഓംസ് ലോ. അപ്പൊ നമുക്ക് നേരത്തെ പഠിച്ച ഇക്വേഷനിൽ നിന്ന് ഓംസ് ലോ ഡിറൈവ് ചെയ്തെടുക്കുക. ക്ലിയർ ആയല്ലോ? ഇത്രയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഒന്നുകൂടെ പറയണോ? മനസ്സിലായില്ലേ?